നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗ്രേഡ് സാറാണ്. പ്ലസ് വണ്ണിൽ നമ്മൾ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പവർ വരട്ടെ അല്ലെ. വർക്ക് എനർജി പവറിൽ നമ്മൾ വർക്ക് എനർജി പവർ ഒക്കെ കഴിഞ്ഞു. അതിനകത്ത് കൊളീഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തു. അതിനകത്ത് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, വൺ ഡയമെൻഷൻ എന്ന ടോപ്പിക്ക്, വൺ ഡയമെൻഷൻ എന്ന ചാപ്റ്ററിലെ വൺ ഡയമെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ എടുത്തു. അതിന്റെ ബാക്കിയായിട്ട് കിടക്കുന്ന ടോപ്പിക് ഉണ്ട്, വളരെ 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 ഇമ്പോർട്ടൻറ്റ്. അതിനു മുമ്പ് പ്ലസ് വൺകാരോട് പൊതുവെ ഒരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ ഡേറ്റ്, പരീക്ഷ ഡേറ്റോ സ്കൂൾ തുറക്കുന്ന ഡേറ്റോ ഒന്നും കൺഫേം അല്ല. പക്ഷേ നിങ്ങൾ ഈ കേൾക്കുന്ന കുട്ടികൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നന്നായിരിക്കും. കാരണം വേറൊന്നുമല്ല, വളരെ പെട്ടെന്ന് തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷ പ്രഖ്യാപിക്കുന്നതും സ്കൂൾ തുറക്കുന്നതും ഒക്കെ. നിങ്ങൾക്ക് 15 ചാപ്റ്ററാണ് ഫിസിക്സ് പഠിക്കാനുള്ളത്. വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ അപകടത്തിലോട്ട് പോകുന്ന ഒരു ബാച്ചായി മാറാൻ ചാൻസ് ഉള്ള ബാച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ വളരെ ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഇഷ്ടം പോലെ ഫിസിക്സിന്റെ 2 വലിയ ടെക്സ്റ്റ് ആണ്. പേടിപ്പിക്കാൻ പറയുന്നതല്ല, പക്ഷെ അതിന്റെ ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കണം, സീരിയസ്നെസ് മനസ്സിലാക്കണം പ്ലസ് വണ്ണിലെ കുട്ടികൾ. കാരണം നമ്മൾ തമാശയായിട്ട് വന്നിട്ട് ലാസ്റ്റ് നിമിഷം 10ാം ക്ലാസ് തൊട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പ്ലസ് വൺ പറ്റത്തില്ല. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടിരിക്കുക, വളരെ സീരിയസ് ആയിട്ട് പഠിച്ച് തുടങ്ങുക. ഇപ്പോഴെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് നിമിഷം എല്ലാവരും താങ്ങാൻ ബുദ്ധിമുട്ട് വരും. അത് ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. കേൾക്കുന്ന കുട്ടികളൊന്ന് ഷെയർ ചെയ്ത് ബാക്കിയുള്ള കുട്ടികളിലേക്ക് ഒന്ന് എത്തിച്ചാൽ വളരെ നന്നായിരിക്കും. അത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ. അന്നേരം നമ്മൾ തുടങ്ങുകയാണ്. അന്നേരം നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ വൺ ഡയമെൻഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിനോടൊപ്പം 3 മാർക്കിനോ 3 മാർക്കിനോ അല്ലെങ്കിൽ 4 മാർക്കിനോ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഇതാണ്: ടു ഫൈൻഡ് ദി വെലോസിറ്റീസ് ആഫ്റ്റർ കൊളീഷൻ. ഇലാസ്റ്റിക് കൊളീഷൻ വൺ ഡയമെൻഷൻ ആണ്. നമ്മൾ കൊളീഷൻ പഠിച്ചു കഴിയുമ്പോൾ, കൊളീഷൻ പഠിച്ചാലേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. കൊളീഷൻ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പഠിക്കും കൊളീഷൻ ശേഷമുള്ള വെലോസിറ്റീസ് v1 ഉം v2 ആണ്. v1 ഉം v2. നമുക്ക് ഈ v1 ഉം v2 ടു ഫൈൻഡ് ദി വെലോസിറ്റീസ് ആഫ്റ്റർ കൊളീഷൻ, ഈ v1 ഉം v2 നമുക്ക് ഡെറിവേഷൻ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കണം, ഡെറൈവ് ചെയ്ത് കണ്ടുപിടിക്കണം. അതോടൊപ്പം അതിന്റെ സ്പെഷ്യൽ കേസസും പഠിക്കണം. എന്റെ ഇന്നത്തെ വീഡിയോ ഇത് മാത്രമാണ്, പക്ഷെ ഇത് നല്ല ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും, സ്പെഷ്യൽ കേസ് ഉൾപ്പെടെ. നിങ്ങളെ മണി പോലെ പഠിക്കും. അന്നേരം v1 v2 ആഫ്റ്റർ കൊളീഷൻ ആണ്, u1 u2 ആണ് ബിഫോർ കൊളീഷൻ. കൊളീഷൻ ശേഷമുള്ള വെലോസിറ്റീസ് ആണ് v1 v2. അത് ഡിറൈവ് ചെയ്ത് നമുക്ക് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് പഠിക്കണം, ഫ്രെയിം ചെയ്ത് പഠിക്കണം. അതോടൊപ്പം അതിന് സ്പെഷ്യൽ കേസ് ഉണ്ട്. അതായത് നമുക്ക് ആദ്യം v1 ഉം v2 പഠിക്കാം. അന്നേരം അതിനു മുമ്പേ നമ്മൾ പറയുന്നില്ലേ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പഠിച്ച 2 ഇക്വേഷൻസ് ആണ്. m1 × v1 - u1 ഈക്വൽ n2 × u2 - v2. ഇക്വേഷൻ പഠിച്ചായിരുന്നു. ലാസ്റ്റിലൊക്കെ ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചായിരുന്നു: v1 + u1 = u2 + v2. കാരണം ഇത് 2 അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. നമുക്ക് ടു ഫൈൻഡ് വെലോസിറ്റീസ് ആഫ്റ്റർ കൊളീഷൻ, അത് നിങ്ങളൊന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആണല്ലേ, v1 + u1 = u2 + v2. കണ്ടോ, ഇതിന്റെ തുടർച്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർമ്മയിൽ, മെമ്മറിയിൽ വെക്കാൻ പറഞ്ഞത്. v1 + u1 = u2 + v2. അതിൽ നിന്ന് v2 കണ്ടുപിടിച്ച് v2 = v1 + v2 = v1 + u1. ഈ u2 ഇപ്പുറത്ത് വരുമ്പോൾ -u2, ഇക്വേഷൻ നമ്പർ 1. അങ്ങനെ പലരും വിചാരിക്കും v2 കണ്ടുപിടിച്ചല്ലോ. അങ്ങനെയല്ല, v1 v2 ഒക്കെ മാസിന്റെ ഒക്കെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റണം. അങ്ങനെയാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. v2 ഇപ്പം തൽക്കാലം v2 = v1 + u1 - u2, ഇക്വേഷൻ നമ്പർ 1. ഈ 2 സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായെന്നാണ് വിശ്വാസം. കഴിഞ്ഞ ദിവസം പഠിച്ച സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ v2 കണ്ടുപിടിച്ചു. ഫ്രം ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ ആണ് കേട്ടോ. ഇതാണ് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച വീഡിയോക്കുള്ള ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഇതാണ്: m1 × ഞാനൊന്നുകൂടെ പറയാം, m1 × v1 - u1 = m2 × u2 - v2. ഇനി നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. m1 v1 - m1 u1 ഈക്വൽ m2 u2 - m2 v2. ഇത് ഇക്വേഷൻ നമ്പർ 2. അന്നേരം 3ാമത്തെ സ്റ്റെപ്പ് നല്ലപോലെ മനസ്സിലായി, 4ാമത്തെ സ്റ്റെപ്പ് അടിപൊളിയായി. ക്ലിയർ ആയില്ലേ? ഇങ്ങനെ എഴുതി പഠിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ അറിയോ, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 1 × 2. 1 ഇതല്ലേ v2 ഇക്വേഷൻ അല്ലേ, അത് ഇവിടോട്ട് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ.
ആൻഡ് ഈ V2ന്റെ സ്ഥാനത്തോട്ട് നമ്മൾ എന്ത് കൊടുക്കും? V1 plus U1 minus U2. സിമ്പിൾ ബട്ട് പവർഫുൾ. ഈ V2ന്റെ സ്ഥാനത്ത് കൊടുക്കും V1 plus U1 minus U2 കൊടുക്കും. അത് നമുക്ക് കൊടുക്കാം substituting equation 1 in 2. Substituting equation 1 in 2. അത് നോക്കിയേ M1 V1 minus M1 U1 equal. ഇവിടെ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട M2 U2 minus M2 into V2ന്റെ സ്ഥാനത്തോട്ട് എന്ത് കൊടുക്കണം? V1 plus U1 minus U2. അത് കൊടുത്തു V1 plus U1 minus U2. ഇനി നമുക്ക് ഇതിനെല്ലാം അകത്തോട്ട് M2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് അതാണ്. M1 V1 minus M1 U1 അതുപോലെ കിടക്കട്ടെ, അവനെ തൊടുകയോ വേണ്ട. ഈക്വൽ M2 U2 minus M2 into V1 minus M2 V1 minus M2 U1 minus into minus plus M2 U2. അത് M2 കൊണ്ട് മൈനസ് M2 കൊണ്ട് എല്ലാ ടീമിനെയും മൾട്ടിപ്ലൈ ചെയ്തതാണ് ഈ സ്റ്റെപ്പ്. ക്ലിയർ ആയല്ലോ? അടുത്ത രണ്ട് സ്റ്റെപ്പും നമ്മൾ ഉറപ്പിച്ചു. ഇനി അടുത്ത സ്റ്റെപ്പോട് ശ്രദ്ധിക്കണം. ഞാൻ M1 V1 മൈനസ് M1 U1 അതുപോലെ തന്നെ വീണ്ടും ഇട്ടു. ഇത് ഇവിടെ വരെ മാറ്റമൊന്നുമില്ല. ഇവിടെ ഒരു M2 U2 നമ്മൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. ഇവിടെ ഒരു M2 U2 ഉണ്ട്, ഇവിടെ ഒരു M2 U2 ഉണ്ട്. M2 U2 പ്ലസ് M2 U2 എന്ന് പറഞ്ഞാൽ എന്തുവാ? 2M2 U2 ആണ്. അത് എഴുതി 2M2 U2. പിന്നെ ബാക്കിയുള്ളതെല്ലാം അതുപോലെ എഴുതി മൈനസ് M2 V1 മൈനസ് M2 U1. ബാക്കി അതേപോലെ എഴുതി. ഇത് രണ്ടും കൂടെ കൂട്ടി എഴുതി ഇവിടെ. അതും ക്ലിയർ ആയി. നമ്മൾ കോൺക്രീറ്റ് വെച്ച് ഉറപ്പിച്ചു. ഓക്കെ. അടുത്തത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് V1ന്റെ ടേംസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. കാരണം ഇതിനൊന്നും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണ്ടേ. പിന്നെ ചിന്നി ചെറിയ കിടക്കാണ്, ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. V1ന്റെ ടേംസ് എല്ലാം ഒരുമിച്ച് കൊണ്ടുവരാം. M1 V1 ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു M2 V1 ഉണ്ട്, അത് മൈനസ്. അത് ഇപ്പുറത്ത് വരുമ്പോൾ M1 V1 പ്ലസ് M2 V1. ക്ലിയർ? ഈക്വൽ യുവിന്റെ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതാം. 2M2 U2 ഇവിടെ ഓൾറെഡി കിടപ്പുണ്ട്, മൈനസ് M2 U1 ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇവിടെ ഒരു മൈനസ് M1 U1 ഉണ്ട്, അത് അപ്പുറത്ത് ചെല്ലുമ്പോൾ പ്ലസ് M1 U1 ആണ്. അടിപൊളിയല്ലേ? ഇത്രയും സ്റ്റെപ്പുകളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വരട്ടെ? 1 2 3 1 2 3 4 5 6 7 8. അതായത് നിങ്ങൾ എന്താണ് ഇത് പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ചെയ്യേണ്ടത്? നന്നായിട്ട് മനസ്സിലാക്കി അതാണ് ഏറ്റവും മനസ്സിലാക്കി എഴുതി പഠിക്കണം. കാണാൻ ചുമ്മാ എന്തെങ്കിലും വായിച്ചു പഠിച്ചാൽ ഇത് എഴുതാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ ഒരു വിശ്വാസമേ തെറ്റാണ്. നന്നായിട്ട് മനസ്സിലാക്കി എഴുതി പഠിച്ചാൽ ഈസി. ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകളിലേക്ക് പോകാം. ഓക്കെ, വാ. അങ്ങനെ നമുക്ക് ബാക്കി ഇക്വേഷനിലേക്ക് പോകാം. നമുക്ക് ഫൈനൽ ഇക്വേഷനിലേക്ക് കയറി പോകാം അല്ലേ? ലാസ്റ്റ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ അല്ലേ M1 V1 പ്ലസ് M2 V1. ഫോളോ ചെയ്യണം, ഉറങ്ങരുത് കേട്ടോ. ഈക്വൽ 2M2 U2 മൈനസ് M2 U1 പ്ലസ് M1 U1. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കിക്കോണം. ഇവിടെ ഇതേപോലെ ഇട്ടിരിക്കുന്നത് M1 V1 പ്ലസ് M2 V1 ഈക്വൽ. ഇവിടെ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാം. ആദ്യം ഞാൻ ഇതിനകത്ത് M1 U1 അതുപോലെ തന്നെ എഴുതി. M1 U1 കണ്ടോ, അതുപോലെ തന്നെ എഴുതി. അത് കഴിഞ്ഞിട്ട് ഇവനെ എഴുതി മൈനസ് M2 U1 എഴുതി, പിന്നെ പ്ലസ് 2M2 U2 എഴുതി. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യും, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അറേഞ്ച് ചെയ്യുമ്പോൾ പ്ലസും മൈനസും മാറാൻ പാടില്ല. ആദ്യം M1 U1 എഴുതി, പിന്നെ മൈനസ് M2 U1 എഴുതി, പ്ലസ് 2M2 U2 എഴുതി. ഓക്കെ. ഇനി M1 V1 പ്ലസ് M2 V1 രണ്ടിടത്തും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് കണ്ണും പൂട്ടി പറയണ്ട, കണ്ണ് തുറന്ന് പറഞ്ഞാൽ മതി, V1 ആണ്. V1 ഇൻറ്റു ബാക്കി എന്തുകൊണ്ട് കോമൺ V1 കോമൺ ആയിട്ട് എടുക്കും M1 പ്ലസ് M2 ഈക്വൽ. ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് എന്തുണ്ട്? U1. U1 ഇൻറ്റു M1 മൈനസ് M2 പ്ലസ് 2M2 V2. ഓക്കെ. അതിൽ നമുക്ക് ആദ്യം V1 കണ്ടുപിടിക്കാം. V1 is equal to U1 into M1 minus M2 by ഇത് കോമൺ ആയിട്ട് ഇത് രണ്ടിനും ഡിവൈഡ് ചെയ്യണ്ട, M1 plus M2. V1 is equal to V1 കണ്ടുപിടിക്കണം. ഈ രണ്ട് ടേമിനെയും M1 plus M2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതാണ് കറക്റ്റ് മാത്സിന്റെ റൂൾ തന്നെയാണ്. V1 is equal to U1 into M1 minus M2 by M1 plus M2 plus 2M2 U2 by
m1 പ്ലസ് m2. ഇപ്പൊ ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ്. പക്ഷെ എന്നറിയോ, നമ്മൾ ഈ സ്പെഷ്യൽ കേസ് ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ നമുക്ക് നല്ല അടിച്ച് പൊളിച്ച് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണം സ്പെഷ്യൽ കേസ്. നല്ല ഇക്വേഷൻ എന്ത് ചെയ്യണം, നല്ല ക്രീം ആയിട്ട് നല്ല ഐസിങ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി വെക്കണം. അങ്ങനെ ചെയ്യാൻ പോകണേ ശ്രദ്ധിച്ചോണം. ഈ ഇക്വേഷൻ ഞാനൊന്ന് വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്യാൻ പോകണം. അവിടെ അല്ലേ നമുക്ക് അടിപൊളിയായിരിക്കും. v1 is equal to u1 into m1 minus m2 by m1 plus m2. ഞാൻ അറിയോ, ഈ m1 m2 ടേംസിൽ ഒരുമിച്ച് ചെയ്തതാണ്. m1 minus m2 by m1 plus m2 അത് ബ്രാക്കറ്റിലാക്കി into u1. കറക്റ്റ്, അത് തന്നെ. പ്ലസ് ഇവിടെ അതുപോലെ തന്നെ 2m2 by m1 plus m2 into u2. u1 u2 സെപ്പറേറ്റ് ആയിട്ട് നിന്നു, മാസ് എല്ലാം ഒരുമിച്ച് വന്നു. അതാണ് എന്റെ പ്രത്യേകത. v1 കണ്ടുപിടിച്ചു. ഇതുപോലെ ഡിറൈവ് ചെയ്ത് v2 കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇച്ചിരി കഷ്ടപ്പാട് തന്നെ. അന്നേരം v2 സിമിലർലി കൊടുത്താൽ കഴിയാം. സിമിലർലി അത് നമുക്ക് കൂടെ കാണിക്കാം. സിമിലർലി v2 ഈക്വൽ, ഒറ്റ വ്യത്യാസം വരുത്തിയാൽ മതി. m1 മൈനസ് m2 ആണെങ്കിൽ v2 ഈക്വൽ എന്ന് പറയുമ്പോൾ ഈ m2 ആദ്യം വരും. m2 മൈനസ് m1 ബൈ m1 പ്ലസ് m2 തന്നെയല്ലയോ, m2 പ്ലസ് m1 അത് സെയിം ആണ്. കാരണം a പ്ലസ് ബി എന്ന് പറയുന്നത് തന്നെയാണ് b പ്ലസ് എ. അതിനകത്ത് വ്യത്യാസം ഒന്നും വരുത്തണ്ട. ഇത് m1 മൈനസ് m2 എന്നുള്ളത് m2 മൈനസ് m1 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 ആ. ഇവിടെ വരുമ്പോൾ അത് u2 ആയി. എളുപ്പത്തിൽ പഠിക്കാം. പ്ലസ് 2 m2 ആ, അത് m1 ആയി. ബൈ m1 പ്ലസ് m2 മാറ്റമൊന്നുമില്ല, m1 പ്ലസ് m2. ഇവിടെ u2 അത് u1. അന്നേരം v1 പഠിച്ചാൽ v2 സിംപ്ലി സൂപ്പർ, സിംപ്ലി ഈസി. അന്നേരം ഇതാണ് നല്ല ബുദ്ധിമുട്ടെന്ന് കൊളീഷൻസിന്റെ പറയുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ നന്നായിട്ട്, ഞാൻ എപ്പോഴും പറയുന്നത്, നന്നായിട്ട് മനസ്സിലാക്കി എഴുതി പഠിച്ചാൽ ഈ v1 v2 ഒരുപാട് വട്ടം ടു ഫൈൻഡ് ദി വെലോസിറ്റീസ് ആഫ്റ്റർ കൊളീഷൻ സ്പെഷ്യൽ കേസസ് യൂസിലുണ്ട്. നിങ്ങളത് നല്ലപോലെ എഴുതി പ്രിപ്പയർഡ് ആയിരിക്കും. ഇനി ഞാൻ എന്റെ സ്പെഷ്യൽ കേസുകൾ പഠിപ്പിക്കാൻ പോകും. ഓക്കെ വാ. ഓക്കെ, അടുത്തത് സ്പെഷ്യൽ കേസസ് ആണ്. നമ്മള് v1 v2 നല്ല അടിപൊളി ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാണല്ലോ സ്പെഷ്യൽ കേസ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് രസം ഭയങ്കര കൊതി തോന്നും ചെയ്യാൻ. ആ രീതി ചെയ്യാൻ പഠിക്കണം. സ്പെഷ്യൽ കേസിൽ ആദ്യത്തെ കേസ് നിങ്ങൾ നോക്കി, when a and b are of same masses, എയും ബിയും സെയിം മാസ് ആണെങ്കിൽ അവിടുത്തെ v1 ഉം v2 ഉം ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യണം. v1 ഉള്ള ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെ m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u2. അതുപോലെ v2 എഴുതിയിട്ടുണ്ട്. നമുക്ക് ഓരോന്നിലോട്ട് കൊടുത്തു നോക്കാം. കണ്ടീഷൻ നോക്കാം. എയും ബിയും സെയിം മാസ് ആണ്. എയുടെ മാസ് എന്ന് പറയുന്നത് m1, ബിയുടെ മാസ് എന്ന് പറയുന്നത് m2. രണ്ടും സെയിം മാസ് എന്ന് പറഞ്ഞാൽ m ആണ്. എക്ക് ബിക്ക് ഒരേ മാസ് കൊടുക്കുന്ന പറഞ്ഞാൽ m എന്ന് പറയുന്ന മാസം അല്ലാതെ വേറെ മാസം ഇല്ല. അതായത് m1 ഈസിക്കൽ m2 ഈസിക്കൽ ടു m എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ അതെല്ലാം m1 നും m2 നും വരെ എന്ത് കൊടുത്താൽ മതി, m എന്ന് കൊടുത്താൽ മതി. അതായത് നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഒന്ന് കൊടുത്ത് നോക്കാം. v1 ഈസിക്കൽ ടു ആണ് അപ്പുറത്തേക്ക് m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u1 പ്ലസ് 2m2 ബൈ m1 പ്ലസ് m2 ഇൻറ്റു u2. നമ്മൾ എന്ത് ചെയ്യണം, m1 നും m2 നും പകരം m എന്ന് കൊടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് രസമാണ് അറിയുക ചെയ്യാൻ. നമുക്ക് v1 ഈസിക്കൽ ടു m1 m2 ന് വരെ എല്ലാം കൂടെ m1 ന് വരെ m എന്ന് കൊടുത്ത് m മൈനസ് n ഉണ്ടോ ബൈ m പ്ലസ് m ഇൻറ്റു ബാക്കി എല്ലാം അതുപോലെ നടന്നോട്ടെ u1 പ്ലസ് 2 m2 ന് വരെ m ബൈ m1 പ്ലസ് m2 ന് പകരം m പ്ലസ് m ഇൻറ്റു u2. അടിപൊളിയല്ലേ? v1 is equal to m minus m എന്ന് പറഞ്ഞാൽ 0, പിന്നെ 0 into u1, ഇത് മൊത്തത്തിൽ അങ്ങ് 0 ആയി പോകും. പ്ലസ് ഇവിടെ ശ്രദ്ധിക്കണം 2m by m plus m എന്ന് പറഞ്ഞാൽ 2m into u2. v1 is equal to 2m 2m ക്യാൻസൽ ചെയ്തു, ബാക്കി എന്ത് കിട്ടും, u2. ഇതാണ് v1 ന്റെ നമ്മൾ സ്പെഷ്യൽ കേസ് ഈ കണ്ടീഷൻ കൊടുത്തപ്പോൾ. അതുപോലെ നമുക്ക് v2 ചെയ്യാം. v2 ഇക്വേഷൻ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. m2 നും m1 നും പോലെ എന്ത് കൊടുത്താൽ മതി, m എന്ന് കൊടുത്താൽ മതി. നമുക്ക് നോക്കാം. v2 is equal to m minus m by m plus m. കണ്ടോ ഇത് രസമാണ് അല്ലേ? into u2 plus 2m by m plus m into u1. v2 is equal to
എം മൈനസ് എം 0, ഇത് മൊത്തം 0 ആയി, പ്ലസ് 2m by 2m into u1 v2 is equal to 2m by 2m 1 into u1 v1 is equal to u2 എന്ന് കിട്ടി, v2 is equal to u1 എന്ന് കിട്ടി. സ്പെഷ്യൽ കേസ് ചെയ്യാൻ എളുപ്പമായത് എന്തുകൊണ്ടാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇതുപോലെ ഇക്വേഷൻ ഫ്രെയിം ചെയ്തോളാം. ഉണ്ടോ? ഇതുപോലെ ഇക്വേഷൻ ഫ്രെയിം ചെയ്യുമ്പോണ്ടല്ലോ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അത് സ്പെഷ്യൽ കേസ് ചെയ്യും. ഇതൊരു സ്പെഷ്യൽ കേസ് ഈസി ആയില്ലേ? ശരി, എഴുതാനുണ്ടെങ്കിലും എളുപ്പമല്ലേ? സത്യസന്ധമായിട്ട്. ഓക്കെ, അടുത്ത സ്പെഷ്യൽ കേസ്, അടുത്തത് രണ്ടാമത്തെ കേസാണ്. പേടിക്കാനൊന്നുമില്ല. ഇത് സെക്കൻഡ് ബോഡി ബി, രണ്ടാമത്തെ ബോഡി എയും ബിയും രണ്ട് ബോഡീസ് ആണെങ്കിൽ ബി അറ്റ് റെസ്റ്റ് ഇനീഷ്യലി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ആ പടം നോക്കിയാൽ മതി, ആ കൊളീഷന്റെ പടം നോക്കിയാൽ സെക്കൻഡ് ബോഡി ബി അറ്റ് റെസ്റ്റ് ആണ്. റെസ്റ്റ് എന്ന് പറയുമ്പോൾ u2 എന്ന് പറയുന്നത് എന്താണ്? 0. സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യ ഇക്വേഷൻ എടുത്തു, v1 is equal to m1 minus m2 by m1 plus m2 into u1 plus 2m2 u2 by m1 plus m2 into u2. ഇത്രയേ ഉള്ളൂ. u2 എവിടെ കണ്ടാലും നമുക്ക് 0 കൊടുത്തേക്കുക. u2 is equal to 0 എന്നില്ലയോ? നിങ്ങൾ നോക്കി, u2 എവിടെ കണ്ടാലും മാത്രമേ കൊടുക്കാവുള്ളൂ, എല്ലായിടത്തും കൊടുക്കാൻ പാടില്ലല്ലോ. m1 minus m2 by m1 plus m2 into u1 plus 2m2 by m1 plus m2. ഇവിടെ u2 കണ്ടു, അന്നേരം കൊടുക്കണം into 0. അന്നേരം into 0 എന്ന് പറയുമ്പോൾ ഈ ടേം അങ്ങ് പോയി. അന്നേരം ബാക്കി എന്തോന്നു? v1 is equal to m1 minus m2 by m1 plus m2 into u1. ആണോ? എന്തെന്തീസ്. അതുപോലെ v2 കണ്ടുപിടിച്ച്, v2 ന്റെ എവിടെ? u2 0 ആണല്ലോ, ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തേ. അന്നേരം m2 minus m1 by m1 plus m2 into u2 ന്റെ അവിടെ 0 plus 2m1 by m1 plus m2 into u1. ഈ ടേം അങ്ങ് പോയി. അതിന് ബാക്കി എന്തോന്നു? v2 is equal to ഈ ടേം വരുമല്ലോ, 2m1 by m1 plus m2 into u1. കണ്ടോ? എന്തെളുപ്പമായി. കാരണം നമ്മള് ഇതെന്താണ് പല കുട്ടികളും പഠിക്കാൻ വിടുന്ന പറഞ്ഞാൽ ലെന്തിയായിട്ട് ഇങ്ങനെ പടപടാന്ന് ഇങ്ങനെ നിരയായിട്ട് കിടക്കുമ്പോൾ ഇത് വേണം, ഇതിൽ കുറഞ്ഞുള്ള മാർഗമാണ്. പക്ഷെ ചെയ്യുമ്പോൾ എന്ത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. സ്പെഷ്യൽ കേസ് ഒക്കെ എളുപ്പമായില്ലേ? ഇനി ഒറ്റ സ്പെഷ്യൽ കേസ് ഉള്ളൂ, കഴിഞ്ഞു. കംപ്ലീറ്റ് ഇലാസ്റ്റിക്കുലേഷൻ 1 ഡയമെൻഷൻ കഴിഞ്ഞു. ഇലാസ്റ്റിക്കുലേഷൻ 2 ഡയമെൻഷൻ നമുക്ക് അടുത്ത വീഡിയോ ചെയ്താൽ മതി. ചെറിയ ടോപ്പിക് നമുക്ക് അടുത്ത സ്പെഷ്യൽ കേസ് ഉടൻ കഴിയും. ഓക്കെ, പവർ വരട്ടെ. അടുത്ത കണ്ടീഷൻ നല്ല രസകരമായ ഒരു കണ്ടീഷനാണ്. കാരണം രണ്ട് സ്പെഷ്യൽ കേസ് കൂടെ ഒരുമിച്ച് വരിക ഒറ്റ ട്രിപ്പിൽ. നോക്കി, ഇഫ് മാസസ് ആർ ഈക്വൽ, നമ്മൾ ആദ്യത്തെ സ്പെഷ്യൽ കേസ്, ആൻഡ് ദി സെക്കൻഡ് ബോഡി ഇനിഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ u2 0. അന്നേരം ആ കണ്ടീഷൻ ഞാൻ രണ്ടോടെ എഴുതുകയാണ്. m1 is equal to m2 is equal to m, masses are equal, and the second body initial at rest u2 is equal to 0. ഇത് രണ്ടും കൂടെ നമുക്ക് ഈ രണ്ട് ഇക്വേഷനോട്ട് അപ്ലൈ ചെയ്യണം. അതായത് നമ്മുടെ ഇക്വേഷൻ ഇതാണ്. മെയിൻ ഇക്വേഷൻ v1 equal m1 minus m2 by m1 plus m2 into u1 plus 2m2 by m1 plus m2 into u2. കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. m1 നും m2 നും പകരം എല്ലാം m എന്ന് കൊടുക്കുക, u2 ന്റെ സ്ഥാനത്ത് 0 എന്ന് കൊടുക്കുക. അന്നേരം m1 m2 ന് പകരം എല്ലാം m, അന്നേരം m minus m by m plus m into u1. u1 ന് ഒന്നും ചെയ്യണ്ട, പ്ലസ് 2 m2 ന്റെ സ്ഥാനത്ത് m by m plus m into u2 ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 0. ഈ m minus m 0, അന്നേരം ഇത് 0 ആയി. പ്ലസ് 2m by m plus m എന്ന് പറഞ്ഞാൽ 2m by 2m, പക്ഷെ ഇൻറ്റു 0 ആകുമ്പോൾ ഇതും പോയി. 0 plus 0 വലിയ 0 അല്ലേ? v1 is equal to 0. കഴിഞ്ഞു, കഥ കഴിഞ്ഞു. അടുത്ത v2 എന്ന് കണ്ടുപിടിച്ചേ. v2 is equal to, അത് ശ്രദ്ധിക്കണം, എല്ലാം 0 ആകും നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. m minus m, m2 ന് m1 ന് പകരം m എന്ന് കൊടുക്കുക, by m plus m into u2 ന്റെ സ്ഥാനത്ത് 0 കേട്ടോ, പ്ലസ് 2
m1 പകരം m by m plus m into u1. അവിടെ നമ്മൾ ശ്രദ്ധിക്കണം v2 is equal to ഇത് into 0 0 plus 2m by m plus m എന്ന് പറഞ്ഞാൽ 2m into u1. v2 is equal to കണ്ടോ ലോജിക്ക് കിട്ടില്ലോ 0 പ്ലസ് 0 പ്ലസ് പറഞ്ഞാൽ 0 2m by 2 എന്ന് പറഞ്ഞാൽ 1 1 into u1 എന്ന് പറഞ്ഞാൽ u1. കണ്ടോ അവിടെ 0 ആയില്ല, അവിടെ നമ്മളെ പറ്റിച്ചു. v2 is equal to u1. എനിക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോണ്ടിരിക്കാം, അങ്ങനെയല്ല പഠിക്കണം. കാരണം ഒബ്ലിഗ്സ് എന്നത് ചോദിക്കുന്നത് എൻസിആർടിക്ക് അത് കിടക്കുന്ന ടോപ്പിക്കാണ്. അന്നേരം ഇലാസ്റ്റിക് കൊളീഷൻ ഈ വൺ ഡയമെൻഷന്റെ കൂട്ടത്തിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ടു ഫൈൻഡ് ദി വെലോസിറ്റീസ് ആഫ്റ്റർ കൊളീഷൻ v1 v2 ഇതുപോലെ ഡിറൈവ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് അതിന്റെ സ്പെഷ്യൽ കേസ് ഉൾപ്പെടെ പഠിച്ചു നോക്കണം. അന്നേരം ഓക്കെ ഓക്കെ. അടുത്ത ദിവസം ചെറിയൊരു ടോപ്പിക്കുള്ളൂ, ചിന്ന ടോപ്പിക്. അടുത്തൊരു വീഡിയോക്ക് എത്താൻ മതി. ഇലാസ്റ്റിക് കൊളീഷൻ 2 ഡയമെൻഷൻ, പക്ഷെ ഇമ്പോർട്ടൻറ്റ്. അന്നേരം നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. പ്രസംഗക്കാർ പറയുന്നത് വളരെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് പരീക്ഷ വരുമായിരിക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, കാരണം ഇപ്പോഴേ പ്രിപ്പയർ ആയി മുന്നോട്ട് പഠിച്ച് മുന്നോട്ട് വരിക. അന്നേരം ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എല്ലാവർക്കും പ്ലസ് വണ്ണിലെ എല്ലാ കുട്ടികൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അന്നേരം നിർത്തുന്നു. ബൈ ബൈ, സി യു. ഓക്കെ വാ.